ഈ യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എൻ്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹലോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വാസിലാക്ക എന്ന ഗ്രാമത്തിൽ നമ്മൾ പോവുകയാണ്. കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് മാസം 4-5 മാസം താമസിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയും നമുക്കൊരു ബന്ധമുണ്ട് ഇവരോട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് പോകാം. അപ്പോൾ നമുക്ക് ഒരു സെൻഡ് ഓഫ് തന്നാ അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടോണം നോക്കി. ഭയങ്കര പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, നാട്ടുകാർ മൊത്തം ഇവിടെ ഉണ്ട്. വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും മ്യൂസിക്കൊന്നും കിട്ടാൻ ഭാഗ്യമില്ല. കാരണം സ്കൂളിൽ പോയി അവൾക്കൊരു സെൻഡ് ഓഫ് കൊടുത്തായിരുന്നു. എന്നാലും ഇത്ര ഒരു എന്താ വലുതായിട്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേര് ചോമിൻ കേട്ടോ. ചോമിൻ സ്പെഷ്യലിസ്റ്റാണ് ഈ നിൽക്കുന്നത്. മിസ്റ്റർ ബാങ്ക. ഇത് മിസ്റ്റർ ദാവ. ഇവിടെ ഉപയോഗിക്കുന്ന തവി ഇരിക്കല്ലോ, മുളയാണ്. മുള കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണിത്. കാരണം ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു നാട്ടുകാർ മൊത്തം അതിനുള്ള താങ്ക്സ് നിങ്ങളോടാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ഗ്രാമം കണ്ടുപിടിച്ച് ഇവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു നമുക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ. ശരിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഹേമന്ത് ബൈക്കാണ്. കാരണം നമ്മളിവിടെ എത്തിച്ചതിന് പിന്നെ നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരായിട്ടും ഭയങ്കര അത്രയും ഒരു ബന്ധം. ആ ഒരു ബന്ധം വേറെ ആർക്കും കിട്ടില്ല. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും കിട്ടുന്ന ഒരു ബന്ധമല്ല ഞാനും ഈ ഒരു ഗ്രാമം തമ്മിലുള്ളത്. ഇത്ര ഇവരായിട്ട് അടുപ്പുണ്ട്. അല്ലെങ്കിൽ ഇവർ ഇങ്ങനത്തെ ഒരു സംഭവം തരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ഒരു പാർട്ടി സെൻഡ് ഓഫ് വെക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ചിന്തിച്ചു. അതെ, ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ഈ വന്ന് ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളോട് കാണിച്ച ഒരു സഹകരണം അതാണ്. ആ ഒരു സഹകരണമാണ്. വേണ്ടേ ബാങ്ക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആളിപ്പം കുറച്ച് ബിസിയാണ്. ആള് കുറച്ച് ബിസിയാണ്. ഇപ്പം ഇതിൻ്റെ വർക്കൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ടേസ്റ്റ് കരോ വന്നപ്പോൾ തൊട്ട് ആൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക. ടേസ്റ്റ് കരോ. ഇതാ അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ഈ പാത്രമൊക്കെ കണ്ടോ. ഇവിടുത്തെ ഒരു ചൈനീസ് ടച്ചുള്ള ഡിസൈനാണ് പാത്രത്തിന് പോലും. ഇതിൻ്റെ പേരറിയാമോ? ചോമിൻ. പെൺകുട്ടികളുടെ പേര് പോലെ അല്ലേ ഇവിടുത്തെ? അതെ. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഒന്നും പറയാൻ നമുക്ക് ബാങ്ക ടേസ്റ്റ് ചെയ്യുന്നില്ല. പറയില്ല ഒരാള്. നല്ല കമ്പനിക്കാരാ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബാങ്കക്ക് ഇനി പോയി കഴിയുമ്പോൾ ഒരുപാട് മിസ് ചെയ്യും അടുത്ത ദിവസങ്ങളിൽ. ഒരിക്കലും മറക്കത്തില്ലെന്നല്ല, നമ്മൾ ഇനിയുള്ള യാത്രകളിൽ നമുക്ക് മിസ് ചെയ്യും. ഇങ്ങനെ ഒരാളെ കൂടെ ഇല്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ തന്നെ പറയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബാങ്ക മാത്രല്ല ഈ നിൽക്കുന്ന ഒരാള്. അതാണ്ട ഇത് എപ്പോ വന്നാലും നമ്മൾ ഫുഡ് കഴിച്ചോ, സാധനങ്ങൾ വല്ലതും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഫുഡുണ്ടോ, നിങ്ങൾ വല്ലതും കഴിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇവരെല്ലാം ചേട്ടനന്യന്മാരൊക്കെയാണ്. നമ്മുടെ ഇപ്പൊ കണ്ട ബാങ്കയുടെ മൂത്ത ചേട്ടനാണിത്. അപ്പുറത്തേക്കുന്നത് അനിയന്മാര്, അങ്ങനെ എല്ലാം ബന്ധുക്കളൊക്കെ തന്നെയാണ്. ഇവരെല്ലാരും കൂടിയാണ് നമുക്കിങ്ങനെ ഒരു വരുന്ന സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നുള്ള നമ്മുടെ മറ്റൊരു സുഹൃത്ത് ഇത് രോഹിത് കേട്ടോ. ഇവനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഞാൻ നാട്ടിൽ പോകുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവനും ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും കേട്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഭയങ്കര ബന്ധം. കാരണം ഇവർ നമ്മുടെ നാട്ടിലെ സെറ്റ് എന്ന് പറയും ടീം. നാട്ടിലെ സീൻ അത് തന്നെ. നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ അതേപോലുള്ളൊരു കമ്പനി. എന്തായാലും അടിപൊളിയായിരുന്നു ബാസിലാക്കയിലെ ദിനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ ദിവസം പോയതറിയുന്നില്ലായിരുന്നു. അതെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, കാടൻ സഞ്ചാരി.
നമ്മൾ ഒരുപാട് കാലമായിട്ടോ ഈ ബാസിലാക്ക എന്നൊരു ഗ്രാമത്തിൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഫാമിലിൻ്റെ കൂടെ അല്ല, ഫാമിലിനെ ഞാൻ നാട്ടിലാക്കി തിരിച്ചു വന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. ദീപു, അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ സന്തനം, അവനും കൂടെയാണ് ഞങ്ങളാണ് യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇവരായിട്ട് അത്രയും ഒരു ആത്മബന്ധം ഉണ്ട് നമുക്ക്. അതിപ്പോൾ ദീപുവിനൊക്കെ മനസ്സിലായി കാണും ഇവരോട് എത്രത്തോളം ആത്മബന്ധം എന്നുള്ളത്. വിഷമമുണ്ട് അത്യായിട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ നോർത്ത് പോവും, ഗുരുതന്മാർക്ക് അതേപോലെ സ്ഥലങ്ങൾ ഞാൻ കണ്ടാണ്, ഇവരൊക്കെ ഒന്ന് കാണണം. അതിനുശേഷം ഞങ്ങൾ വേറെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങൾ ഇവിടുന്ന് പുതിയ വീഡിയോസ് കാണാൻ തുടങ്ങുകയാണ്. ഫാമിലി ഇല്ലാതെ തന്നെ വീഡിയോസ് കാണാൻ പോവുകയാണ്. ഞങ്ങൾ 3 സുഹൃത്തുക്കളും കൂടെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും വേണം. തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് അതിന് വരുന്നത് കണ്ടിന്യൂ ആയിട്ട് ഡെയിലി നമ്മുടെ വീഡിയോ അപ്ലോഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പിള്ളേരും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാട്ടോ. ഇത് ഉപാസന ഇവിടുത്തെ പിള്ളേരെ കേട്ടോ. അപ്പോൾ നമ്മൾ പോണ കാര്യം വന്നതാണ്. ഇനി ഇവിടെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബാങ്ക അതുപോലെ ഹേമന്ത് ഭയ്യൊക്കെ ഉണ്ട്. ഇവരെ കാണുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം ഭീം ഭയ്യ കേട്ടോ. യാത്ര പോകാൻ ഭയങ്കര വിഷമമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര എനിക്ക് വിഷമം ഉണ്ടായില്ല, പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമുണ്ട്. ബാബിജിയും ഇവരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് പോകുന്നു. അവരൊന്നും മറക്കാൻ പറ്റില്ല. കൂടുതലൊന്നും പറയാൻ നമുക്കില്ല, അതാണ് അറിയാം. ഇനി അടുത്ത ആളിതേ പ്ലീസ്. ഇത് നമ്മുടെ രോഹിത്. അവൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എനിക്കറിയാം എന്താണെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്കും കൊടുത്തിട്ട് എനിക്കും തരുന്ന പൈസ. നമ്മളെന്താ പറയുക, അവൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ അപ്പൂപ്പം മരിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കുക. എന്നിട്ട് നമ്മളെ പറ്റുന്ന പോലെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാസിലാക്ക എന്ന ഗ്രാമത്തോട് വിട പറയുകയാണ്. നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. സിക്കിമിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെയൊക്കെ നിന്നിട്ട് നമ്മളോട് യാത്ര പറയുകയാണ്. ഓക്കെ, ബൈ. എല്ലാവരും വേറെതൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് യാത്ര പറയാം. ശരിക്കും നമുക്ക് നല്ല വിഷമമുണ്ട്. കാരണം ആദ്യം പോകുമ്പോൾ ഇല്ലെങ്കിലും ഇപ്പോൾ നന്നായിട്ട് വിഷമം. നമ്മൾ തിരിച്ചു വരും കാണാൻ. അല്ല, അത് വിഷമമായിട്ട് വന്നാട്ടെ, ഞാൻ കരയിപ്പിച്ചതല്ല. സത്യം പറഞ്ഞാൽ ബാസിലാക്കയിൽ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ പോലെ നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് സെൽഫി. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവന് ഇനിയിപ്പോൾ എനിക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ ആൾ കൂടെ ഉണ്ടാവും. எப்படின்னா ட்ராவல் பண்ணியிருக்கோம். எல்லா ஊர்லேருந்து சொந்த ஊர் போகும்போது கொஞ்சம் ஜாலியாக இருக்கும். நம்ம இந்த இடத்துல இருந்து போகும்போது என்னன்னு தெரியல, உள்ள கொஞ்சம் கஷ்டமாக தான் இருக்குது. பாருங்க, அடுத்த ஆட்கள் நம்ம கிடைக்க மாட்டாங்க. அடுத்து இன்னும் மீட் பண்ணுவோம் எல்லாரும். ഇങ്ങനെ കരഞ്ഞുകൊണ്ട് യാത്ര അയക്കുന്ന ഒരു നാട്ടുകാർ, എല്ലാവരെയും കണ്ണ് നിറച്ചൊരു ദിവസം. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല, അങ്ങനത്തെ ഒരു ദിവസം. നമ്മുടെ ഭയ്യ എപ്പോൾ വന്നാലും വീട്ടിൽ വന്നാലും നമുക്ക് കഴിക്കാനുണ്ടോ, നമ്മൾ ഫുഡ് കഴിച്ചോ, എല്ലാ കാര്യങ്ങളും ചോദിച്ചു നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എല്ലാം എത്തിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു നാട്ടിൽ നമുക്ക് കിട്ടത്തില്ല ഇതേപോലെ ഒരാളെ.
ഓക്കെ രോഹിത് ഭയ്യ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. വന്ന് നമുക്ക് ഒരാഴ്ചത്തെ പരിചയമുള്ളൂ. പക്ഷേ എന്താ പറയുക, വേറെ ലെവലാണ് ഇവിടുത്തെ ആൾക്കാരും. ഷാജാനൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അല്ലേ, കരഞ്ഞുകൊണ്ടൊക്കെ യാത്രയാക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ യാത്രയിൽ ഇനി ചിലപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു ആർക്കും നമുക്ക് ഇനി എത്ര നമ്മൾ ട്രാവൽ ചെയ്താലും ഇതുപോലെ ഒരു ഗ്രാമവും ഇതുപോലെ കുറേ ആൾക്കാരെയും കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുറേ ആൾക്കാരുള്ളൊരു ഗ്രാമം, അത് ശരിക്കും നന്ദി പറയേണ്ടത് നമ്മുടെ കാടനോടാണ് ഇങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നതിന്. അപ്പോൾ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് നീങ്ങാം. रिटर्न बैक नहीं, अभी खत्म। सिक्किम खत्म। अभी कहाँ? अभी असम ऐसा जा रहा है। आज फिर आएगा बाद में 1 साल 2 साल का बाद फैमिली के साथ आएगा। अभी मेरा भी गाँव है ना। ठीक है, ओके, जा रहा है आज से जा रहे हैं। मिलेगा, आएगा फिर बाद में।